BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ജനബിയയിലെ റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ 90% പൂർത്തിയായതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് മിഷേൽ ബിൻ മുഹമ്മദ് അൽ ഖലീഫ വ്യക്തമാക്കി. സൽമാൻ സിറ്റി പ്രവേശന പാത നവീകരണത്തിന്റെ 3ാം ഘട്ടത്തിലാണ് ഈ പദ്ധതി ഉൾപ്പെടുത്തിയത്. 4 കിലോമീറ്റർ റോഡ് 6 വരിയായി മാറ്റാനാണ് പദ്ധതി. അതുവഴി മണിക്കൂറിൽ 10,500 വാഹനങ്ങളെ ഉൾക്കൊള്ളാനും സാധിക്കും. മഴവെള്ളം ഒഴുകി പോകുന്നതിനുള്ള പൈപ്പുകൾ, അനുവദനീയ ഇടങ്ങളിലെ പാർക്കിംഗ് ഏരിയകൾ, റോഡ് ബാരിക്കേഡുകൾ, സിഗ്നലുകൾ, പാതയ്ക്കിരുവശമുള്ള സൗന്ദര്യവൽക്കരണം എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിക്കുക. ലബനാൻ യാത്ര ഒഴിവാക്കാനും ലബനാനിലുള്ള ബഹ്റൈനികൾ അത്യാവശ്യ സന്ദർഭങ്ങൾ ഡമസ്കസിലെ ബഹ്റൈൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നും സിറിയയിലെ ബഹ്റൈൻ എംബസി വൃത്തങ്ങൾ അറിയിച്ചു. ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച നേരത്തെ പ്രസ്താവന ഇറക്കിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനനിലുണ്ടായ ആക്രമണങ്ങൾ മുൻനിർത്തിയാണ് വിദേശ മന്ത്രാലയത്തിന്റെ പ്രസ്താവന. ബഹ്റൈനിൽ റിഫയിൽ നടക്കുന്ന 15ാമത് ഏഷ്യ അണ്ടർ-18 വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. കുവൈറ്റിനെയാണ് 3 സെറ്റുകൾക്ക് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. റിഫ ഈസ ബിൻ റാഷിദ് സ്പോർട്സ് സിറ്റിയിലെ ബഹ്റൈൻ ടേബിൾ ടെന്നീസ് അസോസിയേഷൻ ഹാളുകളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 16 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. SCYS ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാനും ജനറൽ സ്പോർട്സ് അതോറിറ്റി ചെയർമാനും ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റി പ്രസിഡന്റുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിനോദസഞ്ചാരത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന സൗദി അറേബ്യയിൽ ഫാഷൻ ഷോകളും അനുബന്ധ പരിപാടികളും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ സംഘാടകർക്ക് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് അധികൃതർ. രാജ്യത്തിന്റെ സാംസ്കാരിക മാനദണ്ഡങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി മാത്രമേ ഫാഷൻ ഷോകളും അതുമായി ബന്ധപ്പെട്ട മറ്റു പരിപാടികളും സംഘടിപ്പിക്കാവൂ എന്നും അധികൃതർ നിർദ്ദേശം നൽകി. ഈ വ്യവസ്ഥകൾ പാലിക്കുന്നവർക്ക് മാത്രമേ പരിപാടി നടത്താൻ അനുമതി ലഭിക്കൂ എന്നും അധികൃതർ അറിയിച്ചു. ഫാഷൻ ഷോകളിൽ പങ്കെടുക്കുന്ന മോഡലുകൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ അവരുടെ ശരീരഭാഗങ്ങൾ അമിതമായി വെളിപ്പെടുത്താത്ത രീതിയിലുള്ളതായിരിക്കണം എന്നതാണ് വ്യവസ്ഥകളിലൊന്ന്. പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടിനനുസൃതമായിരിക്കണം അവ. വസ്ത്രധാരണത്തിൽ അവരുടെ വികാരത്തെ മാനിക്കണമെന്നും സൗദി ഫാഷൻ കമ്മീഷൻ അറിയിച്ചു. ഇതിനു പുറമെ പൊതുസമൂഹത്തിന്റെ അഭിരുചിക്ക് നിരക്കാത്ത രീതിയിലുള്ള ചിത്രങ്ങളോ രൂപങ്ങളോ അടയാളങ്ങളോ ഉൾക്കൊള്ളുന്ന വസ്ത്രങ്ങൾ ഷോയിൽ പങ്കെടുക്കുന്നവർ ധരിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. വയനാട് മുണ്ടക്കെ ചൂരൽമലയിൽ 100-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഉരുൾപൊട്ടലിൽ അഗാധമായ ദുഃഖമറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ സ്ഥിതിഗതികൾ ചോദിച്ചറിയുകയും ചെയ്തു. വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും സഹായം പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ദുരന്തത്തിൽ ദുഃഖമറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ആശയവിനിമയം നടത്തി സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു. വയനാട് മേപ്പാടി മുണ്ടക്കയിൽ ഇന്നലെ വെളുപ്പിന് ഉണ്ടായത് വൻ ദുരന്തമാണ്. നിരവധി വാഹനങ്ങൾ ഒലിച്ചുപോയി. ചൂരൽമല ടൗണിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയി. ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ നിരവധി വീടുകൾ തകർന്നു. വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. മുണ്ടക്കയിൽ പുലർച്ചെ 1 മണിക്കും പിന്നീട് 4 മണിക്കുമായി 2 തവണയാണ് ഉരുൾപൊട്ടിയത്. അർദ്ധരാത്രിയിലെ ഉരുൾപൊട്ടലിന് ശേഷം രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെയാണ് വീണ്ടും ഉരുൾപൊട്ടലുണ്ടായത്. 400-ലധികം കുടുംബങ്ങളെയാണ് ഉരുൾപൊട്ടൽ ബാധിച്ചത്. നിരവധി പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ അടിയന്തര സഹായമായി 5 കോടി രൂപ അനുവദിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ വിളിച്ച് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും അനുശോചനം അറിയിക്കുകയും ചെയ്ത സ്റ്റാലിൻ ദുരന്തത്തിൽ തമിഴ്നാടിന്റെ എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് സഹായമായ 5 കോടി രൂപ അനുവദിച്ചത്. നാട് ഇതുവരെ കണ്ടതിൽ വെച്ച് അതീവ ദാരുണമായ ദുരന്തമാണ് വയനാട്ടിലുണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉറങ്ങാൻ കിടന്നവരാണ് ദുരന്തത്തിലകപ്പെട്ടത്. ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, അമിത് ഷാ, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് എന്നിവർ വിളിച്ച് സഹായം വാഗ്ദാനം ചെയ്തു. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ ഉപനേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് നീങ്ങാനുള്ള തീരുമാനം അറിയിച്ചു. 5 മന്ത്രിമാർ വയനാട്ടിൽ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു. സൈന്യത്തിന്റെ സഹായമടക്കം സാധ്യമായ എല്ലാം ഒരുക്കി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്.
ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് ദുരന്ത ഭൂമിയുടെ സമീപം വരെയുള്ള മേഖലയിലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതായി KEC. വൈദ്യുതി പുനഃസ്ഥാപനത്തിന് ആവശ്യമായ ABC കേബിളുകളും ട്രാൻസ്ഫോമറുകളും അനുബന്ധ സാമഗ്രികളും ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ആവശ്യം വേണ്ട തൊഴിലാളികളെയും ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ടെന്നും KEC അറിയിച്ചു. ദുരന്തഭൂമിയായ മേപ്പാടി ഇലക്ട്രിക്കൽ സെഷൻ പരിധിയിൽ വരുന്ന മേഖലയിൽ 3 കിലോമീറ്ററിലേറെ ഹൈടെൻഷൻ ലൈനുകളും 8 കിലോമീറ്ററിലേറെ ലോ ടെൻഷൻ ലൈനുകളും പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ഉരുൾപൊട്ടലിൽ 2 ട്രാൻസ്ഫോമറുകൾ ഒഴുകി കാണാതാവുകയും 6 ട്രാൻസ്ഫോമറുകൾ തകർന്ന് നിലംപൊത്തുകയും ചെയ്തു. ഈ പ്രദേശത്തെ 1000-ഓളം ഉപഭോക്താക്കൾക്കുള്ള വൈദ്യുതി വിതരണ സംവിധാനം പൂർണ്ണമായും തകർന്നു. കുറഞ്ഞത് 3 കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഈ മേഖലയിൽ മാത്രമുണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളെ തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടലിൽ നാടൊന്നാകെ വിറങ്ങലിച്ച് നിൽക്കുന്നതിനിടെ പ്രദേശത്തേക്ക് അനാവശ്യമായി ആളുകൾ എത്തുന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നു. ദുരന്തത്തിന്റെ വിവരം ആദ്യമറിഞ്ഞതു മുതൽ ഇവിടേക്ക് അണമുറിയാത്ത ജനപ്രവാഹമായിരുന്നു. വാഹനങ്ങളിൽ കൂട്ടമായി ആളുകൾ എത്തുന്നതിനാൽ ഗതാഗത തടസ്സവും രൂക്ഷമാണ്. ഇതുമൂലം ദുരന്തഭൂമിയിൽ നിന്ന് പരിക്കേറ്റവരെയും രക്ഷപ്പെടുത്തിയവരെയും ആശുപത്രികളിലേക്കും സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതിന് പ്രയാസം നേരിടുകയാണ്. വീതി കുറഞ്ഞ പാതയിൽ ബാഹുല്യം കാരണം ആംബുലൻസുകൾ ഉൾപ്പെടെ കടന്നു പോകാനും ഏറെ ബുദ്ധിമുട്ടാണ്. രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ഭക്ഷണവും കുടിവെള്ളവും ഉൾപ്പെടെ എത്തിക്കാനുണ്ട്. കൂടാതെ തിരച്ചിലിന് സഹായിക്കുന്ന വസ്തുക്കളും വരും ദിവസങ്ങളിൽ കൊണ്ടുവരും. പലരും ദുരന്തഭൂമി സന്ദർശിക്കാൻ മാത്രം വരുന്നവരാണ്. ഇത്തരത്തിൽ കാഴ്ച കാണാനായി വരുന്ന വാഹനങ്ങൾ പോലീസും നാട്ടുകാരും ഏറെ പാടുപെട്ട് തടഞ്ഞ് തിരിച്ചുവിടുന്നുണ്ട്. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ കൂടുതൽ സൈനികർ ദുരന്ത സ്ഥലത്തേക്കും വരുന്നുണ്ട്. ഇവരുടെ യാത്ര എളുപ്പമാക്കാനും ആളുകൾ സഹകരിക്കണമെന്നാണ് ദുരന്തത്തിന് നേതൃത്വം നൽകുന്നവർ പറയുന്നത്. ബോട്ട് മറിഞ്ഞ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 2 പേരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. മുണ്ടുമൊഴി സ്വദേശികളായ അജു, ഉബൈദ് എന്നിവരെയാണ് ഒഴുക്കിൽപ്പെട്ടത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:00 സംഭവം. മുണ്ടുമൊഴിയിൽ നിന്ന് യന്ത്രം ഘടിപ്പിച്ച ഉല്ലാസ ബോട്ടിൽ ചാലിയാറിലൂടെ മുകളിലേക്ക് ഓടിച്ച് ഇരുവഴിഞ്ഞിപ്പുഴയിലെത്തിയ ഇവർ ഇടവഴിക്കടവ് പാലത്തിന് സമീപം അപകടത്തിൽപ്പെടുകയായിരുന്നു. മറിഞ്ഞ ബോട്ടിന്റെ മുകൾ ഭാഗത്ത് പിടിച്ചു നിന്ന 2 പേരെയും ഒഴുകി ചാലിയാറിലെത്തി. ഇടവഴിക്കടവ് പാലത്തിന് മുകളിൽ നിന്ന് ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ കൂളിമാട് കടവ് പാലത്തിന് മുകളിൽ നിന്ന് കയറിട്ട് കൊടുത്തെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനിടെ ബോട്ടിൽ നിന്ന് 2 പേരും പിടിവിട്ടത് ആശങ്ക പരത്തി. നീന്തി വന്ന് വീണ്ടും ബോട്ടിൽ പിടിച്ചു നിന്ന ഇവർ 400 മീറ്ററോളം താഴേക്ക് ഒഴുകുകയായിരുന്നു. തുടർന്ന് ഇവരെ മപ്രം കൊന്നാര് മഖാമിന് കയറിട്ട് കൊടുത്ത് രക്ഷപ്പെടുത്തുകയായിരുന്നു. എളമരം പാലത്തിൽ പോലീസും TDRF വളണ്ടിയർമാരും നാട്ടുകാരും സജ്ജരായിരുന്നുവെങ്കിലും ഇവിടെ എത്തുന്നതിന് മുൻപ് തന്നെ രക്ഷപ്പെടുത്തി. 20 പേരുടെ നിപ പരിശോധനാ ഫലങ്ങൾ കൂടി നെഗറ്റീവായതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. പുതുതായി ഒരാളാണ് അഡ്മിറ്റായത്. 472 പേരാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളത്. അതിൽ 220 പേരാണ് ഹൈറിസ്ക് വിഭാഗത്തിലുള്ളത്. ഇതുവരെ ആകെ 860 പേർക്ക് മാനസികാരോഗ്യ സേവനങ്ങളും നൽകി വരുന്നു. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട് ജില്ലയിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി ജില്ലാ ഭരണകൂടം. ക്വാറി പ്രവർത്തനങ്ങൾ നിർത്താനും കലക്ടർ ഉത്തരവിട്ടു. ബീച്ചുകളിലേക്കും വെള്ളച്ചാട്ടങ്ങളിലേക്കും നദീതീരം ജലാശയങ്ങളിലേക്കുമുള്ള പ്രവേശനവും വിലക്കി. മലയോരം ചുരം പ്രദേശങ്ങളിലേക്ക് രാത്രി യാത്രയ്ക്കും നിരോധനം ഏർപ്പെടുത്തി. രാത്രി 7 മുതൽ രാവിലെ 7 വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പുനൂർപ്പുഴ, മാഹിപ്പുഴ, കുറ്റ്യാടിപ്പുഴ, ചാലിയാർ, ചെറുപുഴ എന്നിവയിലെ ജലനിരപ്പ് അപകടനിലയിലെത്തിയതിനാൽ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും കളക്ടർ നിർദ്ദേശം നൽകി. ശക്തമായ മഴ തുടരുന്നതിനാൽ സംസ്ഥാനത്തെ 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. വയനാട്, മലപ്പുറം, കോഴിക്കോട്, തൃശൂർ, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം, പാലക്കാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി. അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവർക്കെല്ലാം അവധി ബാധകമാണ്. കേരളത്തിൽ അടുത്ത 5 ദിവസവും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതുപ്രകാരം വിവിധ ജില്ലകളിൽ റെഡ്, ഓറഞ്ച്, മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ്. പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാകണം. സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം. ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.
BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.